നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള ചില ഡംപായിട്ടുള്ള ആർട്സ് എല്ലാം മില്യൺസ് ഓഫ് ഡോളേഴ്സിന് വിറ്റുപോയത്. രൂപയിൽ പറയുകയാണെങ്കിൽ നൂറുകണക്കിന് കോടി രൂപയിൽ മേലെ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആർട്ട് പോയത് $28 മില്യൺ ഏകദേശം ഒരു 230 കോടിക്ക് മേലെ. ഈ ഒരു ആർട്ടാണെങ്കിലോ $84 മില്യൺ, അതായത് 700 കോടി രൂപയിൽ മേലെ വരും. അപ്പോൾ എന്തിനായിരിക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഡംപായിട്ടുള്ള ആർട്സ് വെറുതെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നത്? നമ്മൾ ഇതുപോലെ ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണും, അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടാവും. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടാവും, ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ബോറടിച്ചിട്ട് പൈസ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ ഡംപായിട്ടുള്ള ആർട്സ് എല്ലാം വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ആർട്ട് എന്ന് പറയുന്ന ഒരു ഇൻക്രെഡിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 1 കോടി രൂപയ്ക്ക് വാങ്ങിച്ചൊരു ആർട്ട് 10 കോടി രൂപയ്ക്ക് വിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. അടിപൊളിയല്ലേ? 10x റിട്ടേൺ ആണ്. ആ ഒരു സെയിം സീനാരിയാണ് ഇവിടെയും. ഇതും നമുക്കൊരു ആർട്ട് വേൾഡിൽ നടന്നൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇത് യുസാക്കു എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബില്യണയറാണ്. ഈ ഒരു ബില്യണയർ 57 മില്യൺസിന് വാങ്ങിച്ച ഈ ഒരു ആർട്ട് വിത്തിൻ 5 ഇയേഴ്സ് തിരിച്ച് വിറ്റത് $85 മില്യൺ. അതായത് $28 മില്യൺ ആണ് പ്രോഫിറ്റ്. ഇത്രയും ചെറിയൊരു ടൈം പീരീഡിൽ എങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടാക്കുന്നത്? അതാണ് ആർട്ട് വേൾഡിൽ ഒരുപാട് ഗുണങ്ങൾ. ആർട്ട് വേൾഡിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് റെപ്യൂട്ടേഷനുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഈ യുസാക്കു എന്ന് പറയുന്ന ഈ ഒരു ബില്യണയർ വാങ്ങിച്ചത് ജീൻ മൈക്കിൾ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്നാണ്. ഈ ഒരു ജീൻ മൈക്കിളിൻ്റെ കേസിലാണെങ്കിൽ ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അയാൾ ജീവിച്ച് വന്നിരുന്നൊക്കെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടായിരുന്നു. ആർട്ട് വേൾഡിൽ അങ്ങനെ ഒരുപാട് ദാരിദ്ര്യവും പട്ടിണിയിൽ നിന്നൊക്കെ വന്നേക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് റെപ്യൂട്ടേഷൻ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ജീൻ മൈക്കിൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ആൾ തട്ടിപ്പോയി. അപ്പോൾ ആർട്ട് വേൾഡിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മരിക്കുകയാണെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സിനെല്ലാം ഭയങ്കരമായിട്ട് റേറ്റ് കൂടും. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ യുസാക്കുവിന് സംഭവിച്ചതും സെയിം തന്നെയാണ്. അതായത് അയാൾ 57 മില്യൺസിന് വാങ്ങിച്ച ഒരു പെയിൻറ്റിങ്സ് ജീൻ മൈക്കിൾ മരിച്ചു പോയപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ $85 മില്യൺ ആൾ തിരിച്ചത് വിറ്റത്. ഇതുപോലെ ആർട്ട് വേൾഡിൽ ഇതുപോലെ ഒരുപാട് റെപ്യൂട്ടേഷൻ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആ ഒരു ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് ഈ ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ രണ്ടാമത്തെയാണ് ടാക്സ് അവോയ്ഡൻസ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ടാക്സ് അടയ്ക്കാനായിട്ട് വില്ലിങ് ആവില്ല. അവർ പല വേയും നോക്കിയിട്ട് അവർ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു ആർട്ട് വേൾഡിൽ എങ്ങനെയാണ് അവർ ടാക്സ് അവോയ്ഡ് ചെയ്യുന്നത്? ഇത് നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. നമുക്ക് രംഗനെ തന്നെ എടുക്കാം. രംഗൻ ഒരു ഫേമസ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് 2022 ഒരു 5 കോടി രൂപയ്ക്ക് ഒരു ആർട്ട് വാങ്ങിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ രംഗൻ്റെ ബിസിനസ്സിലൂടെ രംഗൻ ഒരു 50 കോടി രൂപ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു 50 കോടിയുടെ 30% ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതായത് ഏകദേശം ഒരു 15 കോടി രൂപ രംഗൻ ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ രംഗന് അത്രയും ടാക്സ് കൊടുക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ രംഗൻ എന്ത് ചെയ്യും? 2022 വാങ്ങിച്ച ഈ ഒരു പെയിൻറ്റിങ്സ് വിൽക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ രംഗൻ ഒരു ആർട്ട് അപ്രൈസറെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇന്നത്തെ മൂല്യം കണ്ടുപിടിക്കും. അപ്പോൾ ഇന്നത്തെ മൂല്യത്തിൽ ആ ഒരു പെയിൻറ്റിങ്സ് 20 കോടി രൂപ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 20 കോടി രൂപയ്ക്ക് ഈ ഒരു പെയിൻറ്റിങ്സ് വിൽക്കുകയാണെങ്കിൽ രംഗൻ അതിൻ്റെ പുറത്തും ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. 28% ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ രംഗൻ എന്ത് ചെയ്യും? ഈ ഒരു ആർട്ട് മ്യൂസിയത്തിൽ ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ആർട്ട് മ്യൂസിയത്തിൽ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ 5 കോടി രൂപയ്ക്ക് വാങ്ങിച്ച ഈ ഒരു പെയിൻറ്റിങ്സ് 20 കോടി രൂപയ്ക്ക് ആർട്ട് മ്യൂസിയത്തിൽ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 കോടി രൂപ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ ആ ഒരു എമൗണ്ടിൻ്റെ 20 crores കുറച്ചിട്ട് ബാക്കി 30 കോടിയുടെ പുറത്ത് മാത്രം രംഗനിന് ടാക്സ് അടച്ചാൽ മതി. കാരണം ഒരു ചാരിറ്റബിൾ കോൺട്രിബ്യൂഷനായിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നുണ്ടാവും, ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ആർട്ട് വാങ്ങിച്ചിട്ട് ആർട്ട് അപ്രൈസറെ കൊണ്ട് 50 കോടി രൂപയ്ക്കുള്ള ഒരു വാല്യൂ ഉള്ള ഒരു സംഭവമെന്ന് പറയിപ്പിച്ചുകൂടെയെന്ന്. പക്ഷേ ഇതെല്ലാം പണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് പറ്റില്ല. കാരണം ഗവൺമെൻറ്റിന് അവരുടേതായ ആർട്ട് അപ്രൈസർമാരുണ്ട്. അവർ വന്നിട്ട് ഇന്നത്തെ മൂല്യം അവർ ചെക്ക് ചെയ്യും. അതുകൊണ്ട് ഇന്ന് ആ ഒരു കളി നടക്കില്ല. ഞാൻ ഈ ചെറിയൊരു എമൗണ്ടിൻ്റെ കഥകൾ പറയുന്നതെന്നുള്ളൂ കേട്ടോ. ആർട്ട് വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ കളികൾ വേറെ ഉണ്ട്. ഇനി അടുത്തതാണ് മണി ലോണ്ടറിങ്. അപ്പോൾ സിംപ്ലി മണി ലോണ്ടറിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേർട്ടി മണി അത് ക്ലീൻ മണിയാക്കി എടുക്കുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ നേടിയ ഒരു മണി നമുക്കത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അത് ക്ലീൻ മണിയാണെന്ന് കാണിക്കണം. ഇതും നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. നമുക്ക് രംഗനെ തന്നെ എടുക്കാം. രംഗൻ ഡ്രഗ്സൊക്കെ വിറ്റിട്ട് ഒരു 5 കോടി രൂപ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു 5 കോടി രൂപ രംഗൻ നേരെ കൊണ്ട് ബാങ്കിലിടാണെങ്കിൽ രംഗൻ ചിലപ്പോൾ അകത്ത് പോകും. കാരണം അതിൻ്റെ സോഴ്സ് കാണിക്കുമ്പോൾ രംഗന് സോഴ്സ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ രംഗൻ ഈ ഒരു 5 കോടി രൂപ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗൻ ചൂസ് ചെയ്യുന്നത് ആർട്ടായിരിക്കും. അങ്ങനെ രംഗൻ 5 കോടി രൂപയ്ക്ക് ഒരു ആർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലീസിന് ആർട്ട് വാങ്ങിച്ച ആളെ കണ്ടുപിടിച്ചുകൂടെന്ന്. അതാണ് ആർട്ട് വേൾഡിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്.
ഹൈ സീക്രസിയാണ്. അത് പെയിൻറ്റിങ്സ് ആരാ വാങ്ങിച്ചത്, അവരെങ്ങനെയാണ് പേ ചെയ്തത്, അവരാളുടെ പേരും ഡീറ്റെയിൽസും, അത് എവിടെ നിന്ന് വന്നു, അത് ഏത് രാജ്യക്കാരനാണ്, അതൊന്നും പറയേണ്ട കാര്യമില്ല. രംഗൻ എന്ത് ചെയ്യും, ഈ ഒരു ആർട്ട് ഒരു ഫ്രീ പോർട്ടിൽ വയ്ക്കും. എന്താണ് ഫ്രീ പോർട്ട്? അതായത് അതൊരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. അതൊരു എക്സ്പെൻസീവ് ആർട്ട് കളക്ഷൻസ് ഒക്കെ വയ്ക്കുന്ന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. അതിന് നോ ടാക്സ് ആണ്, ഹൈ സെക്യൂരിറ്റി ആണ്, അതുപോലെ തന്നെ ഹൈ പ്രൈവസിയാണ്. അതുമാത്രമല്ല അത് ലീഗലുമാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ പോർട്ടിൽ വന്നിട്ട് ആരെങ്കിലും രംഗൻ്റെ ഈ ഒരു ആർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ രംഗന് സ്ട്രെയിറ്റ് വൈറ്റ് മണി കൊടുക്കും. അപ്പോൾ ആ ഒരു പൈസ വേണമെങ്കിൽ രംഗന് നേരെ കൊണ്ട് ബാങ്കിലിടാം. അപ്പോൾ രംഗൻ്റെ കയ്യിൽ സോഴ്സ് ഉണ്ട്. കാരണം ഈ ഒരു പെയിൻറ്റിങ്സ് വിറ്റിട്ടാണ് രംഗന് ഈ പൈസ കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ബൈ ആൻഡ് സെല്ലിങ് പോലെ ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇത് വിചാരിച്ച അത്ര സിമ്പിളല്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ന്യൂമറസ് ആയിട്ടുള്ള തേർഡ് പാർട്ടീസ് ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് വേണം. മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് വാങ്ങി എനിക്ക് വേറൊരാളുടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യും. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റരുത്. അപ്പോൾ ന്യൂമറസ് ആയിട്ടുള്ള തേർഡ് പാർട്ടീസ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ആർട്ട് വേൾഡിൽ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള തേർഡ് പാർട്ടീസ് ഉണ്ട്. അപ്പോൾ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ആർട്ട് വേൾഡിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡേർട്ടി മണി വൈറ്റ് മണി ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു വേ ആർട്ടാണ്. ഇനി അടുത്തതാണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ഈ ഒരു ആർട്ടിന് ഇത്രയും മൂല്യമുണ്ടെന്ന് വിശ്വസിപ്പിച്ചിട്ട് നമ്മൾ ആർട്ട് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ്. അതായത് ആക്ച്വലി ആർട്ട് വേൾഡിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫേമസ് ആയിട്ടുണ്ടെങ്കിലും ആ ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഫേമസ് ആവാനായിട്ട് അതിൻ്റെ ഇടയിൽ ചില കളികൾ കളിച്ചിട്ടുണ്ടാവും. നമുക്കിതൊരു എക്സാമ്പിളായിട്ട് നോക്കാം. രംഗൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു ആർട്ട് കളക്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ രംഗൻ ഒരു മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് രംഗനും കൂട്ടുകാരും കൂടിയിട്ട് ഒരു ഫേമസ് അല്ലാത്തൊരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപയ്ക്ക് ആർട്ട് വാങ്ങിക്കുകയാണ്. അതായത് രംഗനും കൂട്ടുകാരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ 5 പേര് ഈ ഒരു ആർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും, ഇതൊരു ഫേമസ് ആർട്ടിസ്റ്റാണ്, ഇതിന് നല്ലൊരു ആർട്ടാണ്. കാരണം രംഗൻ ഒരു ഫേമസ് ആർട്ട് കളക്ടർ ആണെങ്കിൽ അയാൾ അത്രയും വലിയൊരു ആർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ഇതൊരു ഫേമസ് ആർട്ടിസ്റ്റാണ്, ഇത് നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് വിചാരിക്കും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ് ചെയ്യും, റിച്ച് പീപ്പിളിൻ്റെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യും, അങ്ങനെ എക്സിബിഷൻസ് വയ്ക്കും. അപ്പോൾ അതിലൂടെയൊക്കെ ഈ ഒരു ആർട്ടിസ്റ്റ് ഫേമസ് ആവണേന്. പക്ഷേ ആക്ച്വലി ആ ഒരു ആർട്ടിസ്റ്റിന് അത്രയും മൂല്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇതിലൂടെ എല്ലാം ഈ ഒരു ആർട്ടിസ്റ്റ് ഫേമസ് ആവണേണ്. അങ്ങനെ ഫേമസ് ആയി അതിൻ്റെ വാല്യൂ കൂടി കഴിയുമ്പോൾ മുമ്പ് രംഗൻ വാങ്ങിയ ആ ഒരു പെയിൻറ്റിങ്സ് ഇല്ലേ, ആ ഒരു പെയിൻറ്റിങ്സ് നേരെ മറിച്ച് വെക്കും. അത് ആക്ച്വലി ഒരു ഫേമസ് അല്ലാത്തൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ച് പമ്പ് ചെയ്ത് മറ്റേ സ്റ്റോക്സിൽ പമ്പ് ആൻഡ് ഡംപ് സ്കീമില്ലേ, അതേ ഒരു സെയിം സ്കീം തന്നെയാണ് ഇതും. അതായത് സാധാരണ ഒരു നോർമൽ ആർട്ടിസ്റ്റിൻ്റെ മൂല്യം അവർ തന്നെ വർദ്ധിപ്പിച്ചിട്ട് അവർ ഓൾഡ് പെയിൻറ്റിങ്സ് മറിച്ച് വെക്കും. ഇതിൻ്റെ ഇടയിൽ റിച്ച് ആയിട്ടുള്ള ആർട്ട് കളക്ടേഴ്സ് മാത്രമല്ല, അവിടെ ആർട്ട് ഗാലറീസിലുള്ളവരും ചിലപ്പോൾ ഇതിന് കൂട്ടുന്നത് ആർട്ടിസ്റ്റുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഹോൾഡുള്ള ആൾക്കാർ, ആർട്ട് ഗാലറീസിലെല്ലാം ഹോൾഡുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇന്ന് വരുന്ന അവരൊക്കെ ഇങ്ങനെ വെറുതെ പോപ്പുലാരിറ്റി കൂട്ടിയിട്ട് ഇതുപോലെ ഫേമസ് ആക്കിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തതാണ് സോഷ്യൽ ടൂൾ. അതായത് ആർട്ട് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ആളുകൾ അപ്പോഴും ഈ ഒരു ആർട്സ് വാങ്ങിക്കും. കാരണം ഇതിനൊരു സോഷ്യൽ ടൂളായിട്ടാണ് കാണുന്നത്. അതായത് ആർട്ട് കളക്ടേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് കളക്ടേഴ്സ് ക്ലബ്ബിൽ അവിടെ വരുന്നത് ബിസിനസ് മാൻ, പൊളിറ്റീഷ്യൻസ്, മില്യണേഴ്സ്, ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, സെലിബ്രിറ്റീസ്, മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരുകളൊക്കെയാണ് അവിടെ ആർട്ട് കളക്ടേഴ്സ് ക്ലബ്ബിന് വരാം. അപ്പോൾ അവരവിടെ വരുന്നത് ആർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരൊരുപാട് ബിസിനസ്സുകാരായിട്ട് ഫ്യൂച്ചർ ബിസിനസ്സുകൾ ഏർപ്പെടും, അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടും. ഈ ഒരു സെയിം സീനാരിയോ ആണ് ബുക്കാട്ടിയിലും ഒക്കെ വരുന്നത്. ബുക്കാട്ടി എന്ന് പറഞ്ഞ ഒരു കാറ് എല്ലാ വർഷവും ഇതുപോലെ ഒരു ക്ലബ്ബ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ഒരു ക്ലബ്ബ് ആക്ച്വലി ആ ഒരു ബുക്കാട്ടി കാർ വാങ്ങിക്കുന്ന തന്നെ ആൾക്കാർ ഈ ഒരു ക്ലബ്ബിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് അവിടെ ഫ്യൂച്ചറായിട്ടുള്ള ബിസിനസ്സുകൾ സംസാരിക്കാൻ പറ്റും. പിന്നെ ബിസിനസ്സുകാരെ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. അതായത് നെറ്റ്വർക്ക് എന്തോരം കൂടുന്നു അവരുടെ നെറ്റ്വർത്ത് അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഡംപായിട്ടുള്ള ആർട്സ് വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. ഓക്കെ, ബൈ.